വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1ാം ചോദ്യം: നിങ്ങൾ എന്തുകൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 2: വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ആരുടെ സ്മരണ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോസിയ. ക്വസ്റ്റ്യൻ നമ്പർ 3: ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു എന്ത് അന്ന് വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ഥലം. ക്വസ്റ്റ്യൻ നമ്പർ 4: ജസ്സയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദ്. ക്വസ്റ്റ്യൻ നമ്പർ 5: അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ ഡാഷ്. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വൈകിയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6: ഗിലെയാദുകാരനായ ജെഫ്ത എങ്ങനെയുള്ള സേനാനിയായിരുന്നു? പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശക്തനായ. ക്വസ്റ്റ്യൻ നമ്പർ 7: ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ഏത് ഗോത്രക്കാർ കേട്ടു? ന്യായാധിപന്മാർ 20 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 8: അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാത്തിനും മുകളിൽ അവനെ ആരായി നിയമിക്കുകയുമാണ് ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഭയുടെ തലവനായി. ക്വസ്റ്റ്യൻ നമ്പർ 9: പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 10: കുറ്റവാളികളായ എത്ര പേരെ കൂടെ യേശുവിനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 2. ക്വസ്റ്റ്യൻ നമ്പർ 11: ഡാഷ് രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദയിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 12: ആരുടെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 13:
ഷിമയോൻ വിശുദ്ധ കൂടാരത്തിൻ്റെ എവിടമാണ് മഹത്വപൂർണ്ണമാക്കി എന്ന് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അങ്കണം. ക്വസ്റ്റ്യൻ നമ്പർ 14. നിന്റെ മേൽ പ്രകാശിക്കുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 15. ആയിടെ ഡാഷ് ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ചത്ത. ക്വസ്റ്റ്യൻ നമ്പർ 16. അവർ ഡാഷ് അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജബൂസിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 17. പാപികളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യനിന്ദയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 18. ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പത്തുട്ടുകൾ ഇടുന്നതാണ് കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2. ക്വസ്റ്റ്യൻ നമ്പർ 19. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു ആരെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 20. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ എന്ത് ചെയ്യാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അധിവസിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുക? പ്രഭാഷകൻ 41:18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിന്മ. ക്വസ്റ്റ്യൻ നമ്പർ 22. എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഡാഷ് എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിശുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 23. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് ഡാഷ് ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കണ്ണുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 24. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്നേഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 25. കർത്താവിനെ എങ്ങനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ കഴിവും ഉപയോഗിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 26. വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി ആരെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 27. സാംസൺ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി, അതുകൊണ്ട് അതിനെ ഡാഷ് എന്ന പേര് കിട്ടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എൻഹക്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 28. ദൈവത്തെ ഡാഷ് മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി,
ഭയപ്പെടുകയോ? ക്വസ്റ്റ്യൻ നമ്പർ 29. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഡാഷ് അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 30. എന്നാൽ ആ ഡാഷ് അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 31. ആരവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വൃദ്ധൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഫിനെഹാസ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 33. ആരുടെയൊക്കെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നത് ലജ്ജാകരമാണെന്നാണ് പ്രവാചകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ. ക്വസ്റ്റ്യൻ നമ്പർ 34. കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 12 ഗോത്രങ്ങൾക്കായി. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ഡാഷ് ഒരു ബെത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യൂദായിലെ. ക്വസ്റ്റ്യൻ നമ്പർ 36. കാഴ്ച ലഭിച്ച കുരുടൻ ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹത്വപ്പെടുത്തിക്കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ തന്ന എന്ത് 10 കോടി നേടിയിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നാണയം. ക്വസ്റ്റ്യൻ നമ്പർ 38. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഡാഷ് മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലി. ക്വസ്റ്റ്യൻ നമ്പർ 39. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു എന്തെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 40. അത്ഭുതകരമായി വളരുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ചന്ദ്രകലയെ. ക്വസ്റ്റ്യൻ നമ്പർ 41. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ എന്ത് ഛേദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വലത് ചെവി. ക്വസ്റ്റ്യൻ നമ്പർ 42. നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പണിതുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നെഹമിയ. ക്വസ്റ്റ്യൻ നമ്പർ 43. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ എന്തിനു പാത്രമാകും? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യനിന്ദയ്ക്ക്. നമ്പർ 44.
യേശു കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുരോഹിതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഓനിയാസിന്റെ പുത്രനായ പ്രധാന പുരോഹിതൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിമയോൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. ദൈവം ആര് വഴിയാണ് നിങ്ങളോട് ക്ഷമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തു വഴി. ക്വസ്റ്റ്യൻ നമ്പർ 47. ജനത്തിന് എന്ത് മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് സാമുവേൽ സ്വരമുയർത്തി പ്രവചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 48. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവനെ ഡാഷ് ചെയ്ത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 49. ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 50. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ആരെ എന്ന് അരിഞ്ഞു വീഴ്ത്തി. ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 51. കർത്താവ് അഹ്റോനെ ആരിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാനവകുലത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൂർവ്വപിതാക്കന്മാരെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 53. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, ഡാഷ് സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. ദൈവം ലോഹയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം ഡാഷ്. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുറപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 55. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? ലൂക്ക 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 56. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 57. എഫേസോസ് 3-ാം അധ്യായം 7-ാം വാക്യം പ്രകാരം ദൈവത്തിൻ്റെ എന്തിനാലാണ് താൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൻ ആയി എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കൃപാവരത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 58. ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമോര്യർക്കും ഇടയ്ക്ക് ന്യായവിധി നടത്തട്ടെ. ഈ സന്ദേശം ആരുടേതാണ്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 59. അവരാകട്ടെ ഡാഷ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്രൂശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 60. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം ഡാഷ് രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വളഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 61. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അരിഞ്ഞു വീഴ്ത്തി. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇസ്രായേൽക്കാർ ഡാഷിൽ ഒന്നിച്ചുകൂടി ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മിസ്പ. ക്വസ്റ്റ്യൻ നമ്പർ 63. ആരുടെ ഇടയിൽ ഇരിക്കരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സ്ത്രീകളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. എന്തിനെ ഭയപ്പെടേണ്ട? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 65. സാംസൺ പാതിരാ വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള എവിടേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മലമുകളിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 66. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ഡാഷ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശരീരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 300. ക്വസ്റ്റ്യൻ നമ്പർ 68. അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ഡാഷ് കണ്ടില്ല. ലൂക്ക 24-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 69. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സംരക്ഷിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 70. യേശു ജെറിക്കോയെ സമീപിച്ചപ്പോൾ ആരാണ് വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരു കുരുടൻ. ക്വസ്റ്റ്യൻ നമ്പർ 71. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അനുഗമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 72. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഡാഷ് കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഗോത്രക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 73. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങൾ എടുത്തു?
ന്യായാധിപന്മാർ 17 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 200. ക്വസ്റ്റ്യൻ നമ്പർ 74. ബഹുമാനിതർ ആരെല്ലാം ആണെന്നാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഷേമും സേത്തും. ക്വസ്റ്റ്യൻ നമ്പർ 75. അവൻ കടന്നു പോകുമ്പോൾ അവർ എവിടെ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വഴിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 76. മോശയുടെ സഹോദരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അഹറോൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ എങ്ങനെ വന്നു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അലറി. ക്വസ്റ്റ്യൻ നമ്പർ 78. കുറ്റവാളികളായ മറ്റ് 2 പേരെ കൂടെ അവനോടൊപ്പം എന്തിനവർ കൂട്ടിക്കൊണ്ടുപോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വധിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 79. മനോവ ഭാര്യയോട് പറഞ്ഞു, ഡാഷ് കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 80. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഭയപ്പെടരുത്. ക്വസ്റ്റ്യൻ നമ്പർ 81. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യുദ്ധം. ക്വസ്റ്റ്യൻ നമ്പർ 82. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ആരിലാണ് തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ആരാണ്? നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വന്ധ്യ. ക്വസ്റ്റ്യൻ നമ്പർ 84. ആരുടെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 85. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ എന്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അറിവ്. ക്വസ്റ്റ്യൻ നമ്പർ 86. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു എന്ത് അവൻ്റെ നേരെ അലറി വന്നു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിംഹക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 87. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ ഡാഷ് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പരിഹസിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 88. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ എന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നവരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കച്ചവടം. ക്വസ്റ്റ്യൻ നമ്പർ 89. അഹ്റോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള എന്താണ് അണിയിച്ചിരുന്നത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ എ കിരീടം. ക്വസ്റ്റ്യൻ നമ്പർ 90. ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലൂക്ക 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 91. എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 92. ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ഡാഷ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ തോബ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഒരു വലിയ ജനക്കൂട്ടവും ഡാഷ് മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കരയുകയും. ക്വസ്റ്റ്യൻ നമ്പർ 94. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു? ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3000. ക്വസ്റ്റ്യൻ നമ്പർ 95. അക്കാലത്ത് ഇസ്രായേലിൽ ആരില്ലായിരുന്നു? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രാജാവ്. ക്വസ്റ്റ്യൻ നമ്പർ 96. എൻ്റെ ഡാഷ് എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പരീക്ഷകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 97. ആരുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്? പ്രവാചകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്തിൻ്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജോർദാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 99. ഞാൻ ആഴ്ചയിൽ ഡാഷ് ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിനെയും ദശാംശം കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 100. യൂദായിലെ ബെത്ലഹേമിൽ വന്ന് പാർത്ത യുവാവ് ഏത് വംശജൻ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യൂദാ വംശജൻ. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനമായ ലോഗോസ് ക്ലബ് അംഗത്വമുള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവയൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് ക്വിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവയൽ ആപ്പിലേക്ക് സ്വാഗതം.